10 ദിവസമായി ആശുപത്രിയിൽ കഴിയുന്ന വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന വി.എസ്. വെന്റിലേറ്ററിന്റെ സഹായത്താലാണ് ജീവൻ നിലനിർത്തുന്നത്. ആഷിൻ ഡിയേഗോ നൽകും വിവരങ്ങൾ. ആഷിൻ, നിലവിലെ അവസ്ഥ ഇങ്ങനെ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ആരോഗ്യനിലയിൽ മാറ്റമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? ശ്രുതി, തീർച്ചയായും 10 ദിവസം മുമ്പാണ് വി.എസ്. അച്യുതാനന്ദനെ പട്ടത്തെ SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഹൃദയ സംബന്ധം അസുഖത്തെ തുടർന്ന്, ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ഇവിടെ ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്നത്. അന്നേരം എത്തിച്ചതിന് ശേഷം തന്നെ അദ്ദേഹത്തിന് വീണ്ടും 2 തവണ കൂടി ഹൃദയാഘാതം ഉണ്ടാകുകയും ചെയ്യുന്നു. അന്നു മുതൽ പിന്നീട് അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് ജീവൻ നിലനിർത്തുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ മുഴുവൻ സമയവും ഡയാലിസിസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അത് ചെറിയ ആശങ്കയാകുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മരുന്നുകളോടൊക്കെ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു നേരിയ പുരോഗതിയിലേക്ക് അദ്ദേഹം എത്തിയിരുന്നു. പക്ഷെ പിന്നീട് വീണ്ടും ഈ രക്തസ്രാവത്തെ തുടർന്നും അത് വീണ്ടും താഴേക്ക് പോകുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടി തന്നെ മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. ഈ മെഡിക്കൽ ബോർഡ് അതിനുശേഷം വിശദമായി തന്നെ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇത് സംബന്ധിച്ച് ഇറക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നിരവധി പേരാണ്, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ നിരവധി പേർ ഇവിടെ എത്തി വി.എസിനെ കണ്ട് ആരോഗ്യാവസ്ഥ ചോദിച്ചറിഞ്ഞ് കുടുംബത്തോട് സംസാരിച്ച് മടങ്ങിയിരുന്നു. ഇന്നും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വി.എസിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ഇപ്പോൾ അതീവ ആശങ്കയിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ്. മകനടക്കമുള്ളവർ ഇവിടെ ഉണ്ട്, കഴിഞ്ഞ 10 ദിവസമായി ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളതുമാണ്. ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി നേരത്തെ കൈവരിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. വെന്റിലേറ്ററിൽ തന്നെയാണ് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ ഉള്ളത് എന്നുള്ളതാണ്. എന്തായാലും മെഡിക്കൽ ബുള്ളറ്റിൻ രാവിലെയോടുകൂടി തന്നെ പുറത്തിറക്കും. മെഡിക്കൽ ബോർഡാകും ഇത് ഇനി മുന്നോട്ടുള്ള ചികിത്സകൾ എന്തായിരിക്കണം, ഏത് വിധത്തിലായിരിക്കണം എന്നുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള ഒരു മെഡിക്കൽ ബുള്ളറ്റിനും പുറത്തു വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഒരു വിദഗ്ധ 3 അംഗ സംഘ ഡോക്ടർമാരടക്കം ഇവിടേക്ക് എത്തി പരിശോധന നടത്തിയിരുന്നു. വി.എസിനെ പരിശോധിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോഴും വി.എസിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ഗുരുതരമായി തന്നെ തുടരുന്നു. ജീവൻ നിലനിർത്തുന്നത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ്. ശ്രുതി, ശരി, ആഷിൻ ഡിയേഗോയാണ് വിശദാംശങ്ങൾ നൽകിയത്.